ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കഫ്താൻ നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇതിൽ കൂടുതലായിട്ടും നമുക്ക് കട്ടിങ്ങിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു കഫ്താൻ നൈറ്റി. ഇനിയിപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ തുടക്കക്കാരാണെങ്കിൽ പോലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു കഫ്താൻ നൈറ്റി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് നടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. നൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിക്നെസ്സിൽ വരുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ഞാനിതൊരു 3 മീറ്ററാണ് ഈ ഒരു കഫ്താൻ നൈറ്റിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു മെറ്റീരിയലിൻ്റെ വിടുത്താണ് കേട്ടോ മെഷർ ചെയ്തെടുക്കുന്നത്. ഇതുപോലുള്ള മെറ്റീരിയലിൻ്റെ നോർമൽ വിടുത്ത് എന്ന് പറയുന്നത് 44 ഇഞ്ചസ് ആണ്. അപ്പോൾ അത്രയും വിടുത്ത് നമ്മുടെ ഈ ഒരു കഫ്താൻ നൈറ്റിക്ക് ഉണ്ടായാൽ നമ്മുടെ 2 സൈഡിലും സ്ലീവ്സിൻ്റെ ആ 2 സൈഡിലും തൂങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ അത്രയും എനിക്ക് ഈ ഒരു നൈറ്റിക്ക് വേണ്ട. അപ്പോൾ ഞാനിവിടെ ഒരു 35 ഇഞ്ചസാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ബാക്കി വരുന്ന ഒരു പീസ് ഉണ്ടല്ലോ, ഒരു 9 ഇഞ്ചസോളം ഞാൻ കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ. എന്നാലും അത്യാവശ്യം നല്ല വിടുത്തിൽ തന്നെ നമ്മുടെ ഒരു കഫ്താൻ നൈറ്റിയുടെ ആ ഒരു സ്ലീവ്സിൻ്റെ ഒരു ഏരിയ ഉണ്ടല്ലോ, നമ്മൾ കൈമുട്ടിൻ്റെ അത്രയൊക്കെ വന്നിരിക്കും കേട്ടോ. അതിലേറെ 2 സൈഡിൽ തൂങ്ങിപ്പോയാൽ ഈ ഒരു നൈറ്റിക്ക് അത്ര ഭംഗി കിട്ടില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് ബാക്കി നമ്മൾ മെഷർ ചെയ്തിരുന്നല്ലോ 9 ഇഞ്ചസ് ഞാനിതിൽ നിന്നും വെട്ടി കുറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താഴെ വരെയും ആ ഒരു 9 ഇഞ്ചസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ടോട്ടൽ വിടുത്തായിട്ട് 35 ഇഞ്ചസാണ് കേട്ടോ എനിക്കിവിടെ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ലെങ്ത്താണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ 56 ഇഞ്ചസാണ് കേട്ടോ ലെങ്ത്തായിട്ട് വേണ്ടത്. അത് അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിനെ കട്ട് ചെയ്തൊന്നും മാറ്റുന്നില്ല, അങ്ങനെ തന്നെ വെക്കുന്നുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ ഒന്ന് 4ആയിട്ട് മടക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ 4ആയിട്ട് മടക്കി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ആ ഓപ്പണിങ് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മുടെ സൈഡിലേക്ക് വരുന്ന രൂപത്തിൽ വേണം വെക്കാൻ. നമ്മൾ കട്ടിങ് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെയാണ് വെക്കേണ്ടത്. ഈ ഓപ്പണിങ് ഇതുപോലെ 2 സൈഡിലും വരുന്ന രൂപത്തിലാണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഇതിൻ്റെ നെക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒറ്റ പീസാണല്ലോ, ഒറ്റ പീസിൽ നമ്മൾ ഇങ്ങനെ നെക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഓപ്പണിങ് നമ്മുടെ സൈഡിലേക്ക് വരുന്ന രൂപത്തിൽ നമ്മൾ വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3.5 ഇഞ്ചസാണ് നെക്കിന് വേണ്ടിയിട്ട് വിടുത്തായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്ക് സൈഡിൽ ഞാൻ അതുപോലെ ആ ഒരു 3.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെക്കിൻ്റെ വിടുത്ത് 5 ഇഞ്ചസാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മളിതിന് ഷോൾഡർ ഒന്നും കട്ട് ചെയ്ത് സ്ലീവ്സിനൊന്നും ആ ഒരു ഭാഗം കട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഭാഗം ഉള്ളിലേക്കൊന്നും മടക്കി തയ്ക്കാനൊന്നും തുമ്പ് പോകുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 5 ഇഞ്ചസ് കറക്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കൂടുതൽ വേണ്ടവർ അങ്ങനെ എടുക്കാം. അപ്പോൾ എനിക്ക് അധികം നെക്ക് ഇറക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അത് നമുക്കൊരു കർവിലായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് മെഷർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്ക് നെക്കും കൂടി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മെഷർ ചെയ്തെടുക്കാം. അപ്പം ബാക്ക് നെക്കിൽ ഡീപ്പായിട്ട് ഞാൻ 2 ഇഞ്ചസാണ് എടുത്തിട്ടുള്ളത്. അപ്പം 3.5 ഇഞ്ചസ് വിടുത്തും എടുത്തിട്ടുണ്ടായിരുന്നു, 2 ഇഞ്ചസ് ഡീപ്പും എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കൂടി ഒന്ന് ചെറിയൊരു കർവിലായിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒറ്റ പീസായിട്ടാണല്ലോ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നേരിട്ട് നമ്മൾ കട്ട് ചെയ്യരുത് കേട്ടോ. അപ്പം താഴെ വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഫ്രണ്ട് നെക്ക് കുറച്ച് ഡീപ്പും ബാക്ക് നെക്ക് കുറച്ച് ഡീപ്പ് കുറവാണല്ലോ. അപ്പോൾ നമ്മൾ ഇതിന് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുക. 2ആയിട്ട് മടക്കിയിട്ടാട്ടോ നമ്മൾ ഈ ഒരു ക്ലോത്തിനെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ആ ഒരു ഹോള് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നെക്ക് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ നല്ല വൈഡായിട്ട് നമുക്ക് നെക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും നെക്ക് ഇതിൽ വരുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു കട്ട് പീസ് വെച്ചിട്ട് നമുക്ക് ചുറ്റുഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നെക്കിൻ്റെ ആ ഒരു ഭാഗം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ ഒരു പീസിനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ 2ആയിട്ട് ഇതുപോലെ മടക്കിയെടുക്കുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ലൈനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു വിഡ്ത്ത് ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് ഞാൻ 7 ഇഞ്ചിലാണ്
മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വിഡ്ത്ത് ഈ ഒരു ഭാഗത്തുനിന്ന് അങ്ങോട്ട് ഒരു 4 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ഇതിനെ നമ്മൾ താഴെ വരെ ആ 4 ഇഞ്ച് നമ്മൾ ഒരു സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കഫ്താൻ നൈറ്റിയുടെ ഒരു സൈഡിൽ നിന്നാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഷേപ്പായിട്ട് അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതിലൂടെ നല്ല വശത്ത് നിന്ന് കൂടെ തന്നെ കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സൈഡിലും ഞാൻ സ്ലീവ്സിന് വേണ്ടിയിട്ട് 7 ഇഞ്ചും ഈ ഒരു ഭാഗത്ത് വിടുത്തായിട്ട് 4 ഇഞ്ചും മെഷർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ഭാഗം കൂടി നമ്മൾ ലൈനിൽ നേരായിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു വള്ളി വെച്ച് കൊടുക്കാനായിട്ട് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നും താഴേക്ക് ഒരു 14 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു ഹോൾ ഇട്ടിട്ട് വള്ളി വെച്ചിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ നമ്മുടെ കഫ്താനായിട്ട് കിട്ടാൻ ഇത്രയും ലൂസായിട്ടല്ല കിടക്കുന്നത്. അപ്പോൾ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്താണ് ഞാൻ അത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം മെത്തേഡിൽ തന്നെ ബാക്ക് സൈഡും കൂടെ ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ അത് വിട്ടിട്ടാണ് കേട്ടോ ഇത് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലൊരു കട്ട് പീസ് 2 സൈഡിലായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ചെറിയൊരു ഹോൾ കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ല, ചെറിയൊരു ഹോൾ ഇട്ടിട്ടാണ് നമ്മൾ ആ വള്ളി കയറി പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 സൈഡിലും ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. സെയിം മെത്തേഡിൽ തന്നെ ഞാൻ ബാക്ക് സൈഡിലും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ലൈനായിട്ട് കൊടുത്തിട്ട് 2 സൈഡിലും ഹോളും കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ലൈന് വരച്ചിരുന്നല്ലോ, അതും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് സൈഡ് കിട്ടുന്നത്. സ്ലീവ്സിന് വേണ്ടിയിട്ടൊരു ഹോളും അതിൻ്റെ താഴെ ഭാഗം വരെ ഇതുപോലെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴെ ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പിൽ ആ ഒരു ഭാഗത്ത് ഞാൻ സ്റ്റിച്ചിങ് നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. സ്ലീവ്സിന് വേണ്ടിയിട്ട് 7 ഇഞ്ച് ഗ്യാപ്പാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുറച്ച് നല്ല ടൈറ്റിൽ തന്നെ നിന്നോളും. അധികം ലൂസായാൽ സ്ലീവ്സ് കൈ പൊക്കുമ്പോഴൊക്കെ കുറച്ചൊരു രീതിയിൽ നിൽക്കുമ്പോൾ അത്ര ഭംഗി കിട്ടില്ല കേട്ടോ. അപ്പോൾ താഴെയും ഒരു ചെറിയൊരു ഗ്യാപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്, താഴെ ഭാഗത്ത് കുറച്ച് വൈഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 2 സൈഡിലും ഇതുപോലെ ചെറിയൊരു ലൈസ് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് ഇങ്ങനെ വരുന്ന രൂപത്തിൽ 2 ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ വള്ളി വെക്കാൻ സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ, അതിൻ്റെ ഈ ഒരു നടുവിലായിട്ട് ഇതുപോലെ ഒരു മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മിഡിൽ ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഭാഗത്ത് ഒരു ചെറിയൊരു ഹോളും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വള്ളി ഇതിൻ്റെ ഉള്ളിലൂടെ കയറ്റിയിട്ട് നമുക്ക് ആ ഒരു കെട്ടിടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗമാണ് കേട്ടത്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഗ്യാപ്പിലൂടെ ഇതുപോലെ ആ വള്ളി ഒന്ന് കയറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തിലാണ് കേട്ടോ ഞാൻ ആ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങോട്ടേക്കൊന്ന് വലിച്ചെടുക്കാം. അപ്പോൾ ഒരു ഹോളിലൂടെ ഇപ്പോൾ ഞാൻ എടുത്തിട്ടോ, മിഡിൽ ഭാഗത്ത് നിന്ന് ഒരു ഹോളിലൂടെ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡിലൂടെയും ഇതുപോലെ ആ ഒരു വള്ളിനെ ഒന്ന് കയറ്റിയെടുക്കാം. അപ്പോൾ ആ ഒരു വള്ളിക്കുള്ളൊരു ഗ്യാപ്പ് തന്നെ കേട്ടോ ഞാൻ അവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം 2 സൈഡിലൂടെയും ബാക്ക് സൈഡും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിൽ ഞാൻ മിഡിൽ ഭാഗത്ത് നിന്നല്ല സ്റ്റാർട്ട് ചെയ്തത്, അപ്പോൾ അത്രയും ഭാഗം കൂടെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് കോർത്തെടുക്കാം. അപ്പോൾ വള്ളി ഇതുപോലെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ വള്ളി ഒന്ന് ഉള്ളിലേക്കൊന്നും വലിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എഡ്ജിലായിട്ട് നമുക്കൊരു ലാറ്റ്കാനും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 2 സൈഡിലും ലാറ്റ്കാനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ കയറൊന്നും ഉള്ളിലേക്ക് വലിഞ്ഞു പോവില്ല കേട്ടോ. ഇനി ആ കയറൊന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് പിടിച്ച് വലിക്കുമ്പോൾ നമ്മുടെ ആ കഫ്താൻ നൈറ്റിയുടെ ആ ഒരു ഷേപ്പും ഡിസൈനൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമുക്ക് വെയർ ചെയ്യാനും വളരെ കംഫർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.